നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷമുള്ള എല്ലാവരും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠങ്ങളിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഈ സമയം വരെയും ശുശ്രൂഷകൾ ആമേൻ സ്തോത്രം ആമേൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രിയ കർത്തുദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം വീണ്ടും ശക്തിയോടെ ആമേൻ ഉപയോഗിക്കട്ടെ, പ്രയോജനപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. പാട്ടൊക്കെ പാടിയ ആമേൻ സഹോദരന്മാർക്കായും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് എല്ലാവരുടെ മേലും ഇന്ന് രാത്രി കർത്താവ് തൻ്റെ കൃപ ധാരാളമായിട്ട് ഈ ദിവസങ്ങളിൽ പകരുകയും ആമേൻ എല്ലാവരും ദൈവം ഉപയോഗിക്കുകയും ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആയിരിക്കാം. സ്തോത്രം. ഇന്ന് രാത്രിയത്തെ ശുശ്രൂഷയിലോർത്ത് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി ഇരിക്കാം. വായിച്ചോട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 1-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഇന്ന് രാത്രി മനസ്സിലാക്കുക, വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഫെയ്ത്ത്, വിശ്വാസം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരധ്യായം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ, ഒരു പുസ്തകത്തിലെ അല്ലെങ്കിൽ ഒരു ലേഖനത്തിലെ ഒരധ്യായം തന്നെ ഈ ഫെയ്ത്തിനെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് അതിനു വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. സ്തോത്രം. ഒരധ്യായം തന്നെ ഈ വിഷയത്തിന് വേണ്ടി മാറ്റിവെക്കണമെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ആമേൻ. വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ അതുമായി കണക്ട് ചെയ്ത് പറയപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം കൂടെ. എൻ്റെ വിഷയം അതല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. വിശ്വാസത്തെക്കാൾ വലുതായ ഒന്നുണ്ട്. ആമേൻ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുതോ പ്രത്യാശ എന്നാണോ, വിശ്വാസം എന്നാണോ, സ്നേഹം? ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. ഒരുപക്ഷെ വിശ്വാസം ഇല്ലേലും, ഒരുപക്ഷെ പ്രത്യാശ ഇല്ലേലും സ്നേഹം ഉണ്ടാകണം. സ്തോത്രം. എന്ന് വെച്ച് വിശ്വാസം വേണ്ടെന്നാണോ, പ്രത്യാശ വേണ്ടെന്നാണോ? ഇന്ന് രാത്രി മനസ്സിലാക്കണം, വിശ്വാസത്തെക്കാൾ പ്രത്യാശയേക്കാൾ വലുത് സ്നേഹമാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും ദൈവസ്നേഹമെന്ന് പറഞ്ഞ് ഉഴപ്പാറുണ്ട്. നോ, അതിനെക്കുറിച്ചല്ല പറയുന്നേ. അവിടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കാണുന്ന ഒരു സഹോദരനെ നമുക്ക് സ്നേഹിക്കാൻ, അല്ലേ പറഞ്ഞേ, നമ്മുടെ കാണുന്ന ഒരു സഹോദരനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവത്തെ ആരും ഒരു നാളും ഇതുവരെ അവ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കുക, വിശ്വാസം ഉണ്ടാകട്ടെ, പ്രത്യാശ ഉണ്ടാകട്ടെ, എന്നാൽ അതിലുപരി സ്നേഹം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്നേഹമില്ലാതെ, ആമേൻ സ്തോത്രം, സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാതെ, ആമേൻ സ്തോത്രം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ എത്ര വിശ്വാസം വെളിപ്പെടുത്തിയാലും, എത്ര പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞാലും ആ വിശ്വാസവും പ്രത്യാശയും കൊണ്ടൊന്നും ഒന്നും പ്രയോജനമില്ല. എന്നാൽ ഇന്ന് രാത്രി ആ സ്നേഹം ആമേൻ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി വാട്ട് ഈസ് ഫെയ്ത്ത്? എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതോ
എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, നമ്മൾ പറയാറുണ്ട് 10-65 വയസ്സൊക്കെ കഴിഞ്ഞു, അല്ലേ, സ്വതന്ത്രം, ഇനി എന്താ ആശിക്കാനാ, ഇനി ഒന്നും കാണാനൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊക്കെ, അല്ലേ, പ്രായം ചെന്നവരൊക്കെ പലപ്പോഴും ഇന്ന് ചെറുപ്പക്കാരും പറയുന്നൊരു വാക്കാണ്, ആമേൻ, കൊച്ചു പിള്ളേർ പോലും പറയുന്ന വാക്കാണ് ഇന്ന്. സ്തോത്രം. അങ്ങനെ മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാ ജീവിക്കുന്നേ, ആമേൻ, സ്തോത്രം, എന്ത് പ്രയോജനമാണ്, എന്ത് ഉപയോഗമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഇന്നു രാത്രി ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേട്ടോ, ഇന്ന് ജീവിതത്തിൽ ഒരാശയ്ക്ക് വക പോലും ഇല്ലാതിരിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച അപ്പോസ്തലൻ വിളിച്ചു പറയാ, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത എല്ലാ ആശകളും ഒന്ന് വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യത്തെ ദൂത് ഞാൻ കൈമാറുന്നു. ദൈവം നിനക്ക് ആശിക്കാനൊരു വക ദൈവം തരാൻ പോവുകയാണ്. ആശയ്ക്ക് ദൈവം ഒരു വക തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി, ഈ ദൂത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവദാസനെ, പാസ്റ്ററെ, ഇന്ന് ആശിക്കാൻ പോലും വകയില്ല, ഇന്ന് ആശിക്കാൻ പോലും ഒന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നിന്റെ ജീവിതം കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, എത്രയും വേഗം ആ അവസ്ഥ മാറാൻ പോകുന്നു, എത്രയും വേഗം ആ അവസ്ഥ മാറാൻ പോകുന്നു. ആശയ്ക്കുള്ളൊരു വക എന്റെ ദൈവം നിനക്ക് തരാൻ പോകുന്നു. ദൈവഹിതപ്രകാരം ചിലർ ആശിക്കാനുള്ള, ദൈവഹിതപ്രകാരം ചിലർ ആശിക്കാനുള്ള ഒരവസ്ഥ എന്റെ ദൈവം നിനക്ക് തരുന്ന നാളുകൾ. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാ ഇന്ന് കാര്യങ്ങളൊക്കെ പോകുന്നേ? അങ്ങനെ നടന്നു പോകുക, എങ്ങനെയൊക്കെയോ മുമ്പോട്ട് പോവുക. അങ്ങനെ അല്ല. നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നീ വിശ്വസിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ആശിക്കാനുള്ള വക എന്റെ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് രാത്രി ഇങ്ങനെ പറയുന്നു, ആശിക്കാനുള്ള വക ദൈവം നിനക്ക് തരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഈ ലേഖനകർത്താവ്, എബ്രായർക്കിലെ ലേഖനം, ഈ സഭയ്ക്ക് ലേഖനം എഴുതിയ ലേഖനകർത്താവ് അപ്പോസ്തല പ്രവൃത്തി 26 മുതലുള്ള അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഒരു കപ്പൽ യാത്രയിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് ഒരു തടവുകാരനായി ആ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ, ആ യാത്ര തുടങ്ങുന്നതിന് മുൻപ് അപ്പോസ്തലനാകുന്ന പൗലോസ് ഇങ്ങനെ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, ഈ കപ്പലിന് മാത്രമല്ല ഇതിനകത്തുള്ളവർക്ക് പോലും ഹാനി വരത്തക്കവണ്ണം ഒരു കാറ്റടിക്കാൻ പോവാന്ന് എന്റെ ദൈവം, എന്റെ കർത്താവ് തന്റെ ദൂതനെ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോ ഒരുത്തം പോലും എന്ത് ചെയ്തില്ല, പൗലോസിന്റെ വാക്ക് കേട്ടില്ല. കേൾക്കണം, നിരാത്ത ദൂത് പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേക്ക്. പൗലോസ് പറയുവാ, അല്ലേ, പൗലോസിന്റെ വാക്ക് എന്ത് ചെയ്തില്ല, ഒരൊറ്റ ഒരുത്തൻ വിശ്വസിച്ചില്ല, ഒരുത്തൻ അനുസരിച്ചില്ല. എന്നാൽ കർത്താവിന്റെ വചനം ഇങ്ങനെ ഇരിക്കുന്നു, അവരുടെ താല്പര്യം സാധിച്ചു എന്നവർ വിചാരിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോ ഈശാനമൂലനെന്ന കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റടിച്ചു, പടകുടഞ്ഞു.
ചെയ്തേ? ഈശാന മൂലനടിച്ചു. അവൻ കാറ്റടിച്ചു, പടകുടഞ്ഞു. അല്ലേ? പടകുടഞ്ഞു. വേദപുസ്തകം എഴുതിയിരിക്കുന്നു, പലക കഷ്ണങ്ങളിൽ പിടിച്ചു രക്ഷപ്പെടത്തക്കവണ്ണം ആ കപ്പൽ ഉടഞ്ഞുപോയി. അതിൻ്റെ അമരം തകർന്നുപോയി. എന്നാൽ അതിനിടയിൽ ഒരു ദൂത് കിടപ്പുണ്ട്. അതാ ഇന്ന് രാത്രി ഇതുമായി ബന്ധപ്പെട്ട ആത്മാവിനോട് പറയുന്നത്. എൻ്റെ റെഫറൻസിൽ ഇല്ലാത്ത ദൂതായത്. ദൈവം നിനക്ക് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇന്നില്ലാത്ത ആശ ദൈവം തിരിച്ചു തരാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നേ. എന്ന് വെച്ചാൽ ദൂതനിറങ്ങി പൗലോസിനോട് പറഞ്ഞു, ഇതിനകത്തുള്ള തൊടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ആരോ പറയുന്നു, ദൈവദാസനെ, ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ നേർക്ക് ശക്തമായ ഈശാനമൂലൻ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആശിക്കാൻ പോലും എനിക്കിന്ന് വകയില്ല. പക്ഷെ പൗലോസിനോട് എൻ്റെ കർത്താവ് പറഞ്ഞ ദൂത, നിന്റെ ശുശ്രൂഷ ഇവിടെ തീരുകയല്ല. ഈ കപ്പലിനകത്തുള്ള എല്ലാത്തിനെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ അർത്ഥം ഇതാണ്, ആശയ്ക്ക് വകയുണ്ടോ? പൗലോസേ, ആശയ്ക്ക് വകയുണ്ട്. ഇന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് നിന്റെ അവസാനമല്ല. ഇന്ന് വീശിയടിക്കുന്ന പ്രതികൂലങ്ങൾ നിന്റെ അവസാനമല്ല. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഈശാനമൂലന്റെ മുമ്പിൽ ഞാനിപ്പോ തകർന്നു പോകാൻ പോവാന്ന് ബുദ്ധിയും കണ്ണും ചുറ്റുമുള്ളവരും നിന്നെ നോക്കി പറയുമ്പോ, നിന്റെ അകത്ത് നഷ്ടപ്പെട്ട ആശ ദൈവം തിരിച്ചു വരുന്നു. നീ ഇനിയും പ്രസംഗിക്കും, നീ ഇനിയും രോഗികളെ സൗഖ്യമാക്കും, നീ ഇനിയും ചില ദ്വീപുകളിൽ, ചില മെലീഥകളിൽ ദൈവത്തിനെ നിർത്താൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് വല്ലാത്ത കാറ്റ്, ഈ കാറ്റ് ജീവിതത്തിൽ അടിക്കുന്ന കാരണം കൊണ്ട് പലപ്പോഴും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആശ നിനക്ക് നഷ്ടമാകുന്നു. അല്ലേ? ആശ നഷ്ടമാകുന്നു. പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് നിന്റെ അവസാന ആശയും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ആരെയും നോക്കി കർത്താവ് പറയുന്നു, വിശ്വാസത്തിന്റെ വരം ഈ രാത്രി നിന്റെ അകത്ത് ദൈവാത്മാവിനകത്ത് പകരുന്നു എന്ന് പറഞ്ഞു ആശിക്കുന്നത് ചിലക്കകത്ത് ഈ ആശ വെളിപ്പെടുന്നു. ഇനിയും ആശിക്കാനുള്ള വക ദൈവം നിനക്ക് തരുന്നു. നിന്റെ കുടുംബത്തിന് ദൈവം തരുന്നു. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഇനിയും ആശയ്ക്ക് വകയുണ്ടെന്ന്. തീർന്നില്ല. ഈ ഈശാനമൂലന്റെ മുമ്പിൽ തീർന്നില്ല. ഈ സിംഹത്തിന്റെ വായുടെ മുമ്പിൽ തീർന്നില്ല. ഈ കഴുകുമരത്തിന്റെ മുമ്പിൽ തീർന്നില്ല. ഈ തിളച്ച എണ്ണയുടെ മുമ്പിൽ തീർന്നില്ല. ഈ പത്മോസ് ദ്വീപിന്റെ മുമ്പിൽ തീർന്നില്ല. ഇന്ന് രാത്രി ആശയ്ക്ക് വകയുണ്ട്. ആമേൻ. ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഈ പ്രതികൂലത്തിന്റെ മുമ്പിൽ ഒന്നും അവസാനിക്കുന്നില്ല. ഈ കഷ്ടതയിൽ ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും ആശയ്ക്ക് വകയുണ്ട്.
വിശ്വസിക്കാവോ? ഒരു ഓറഞ്ചിനകത്ത് ചില ഇതളുകളുള്ളത് പോലെ വിശ്വാസത്തിനകത്തുള്ള 2 ഇതളിൻ്റെ ഒരിതളായത് ആശ. ആശ. ഓ രാമൻ പറഞ്ഞേ, ആശ. ആശിക്കാൻ തുടങ്ങിക്കോ, ആശിക്കാൻ തുടങ്ങിക്കോ, ആശിക്കാൻ തുടങ്ങിക്കോ. അനാവശ്യ കാര്യമല്ല, ആത്മീകമായത്. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ചിലത് ആശിക്കാൻ തുടങ്ങിക്കോ, ചിലത് ആശിക്കാൻ തുടങ്ങിക്കോ. ഓ, ഇന്ന് രാത്രി ഞാനിവിടെ നിന്ന് ആശിക്കുന്നു. അടുത്ത 2026 കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 2026 ഓഗസ്റ്റ് മാസം 28-ാം തീയതി അതിനു മുൻപ് ഇന്നത്തെ സ്ഥിതികൾ മാറിയിരിക്കും. തിരിച്ചറിയാൻ കഴിയാത്ത മാറ്റം നമ്മൾ ഇതിനകത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ ആത്മീക ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ തലമുറകൾ, നിന്റെ ഭവനത്തിൽ നടന്നിരിക്കും. ആശിക്ക് ബ്രദറെ, യേശുവിൻ നാമത്തിൽ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ആരും ആശിക്കരുതെന്ന് ഏതെങ്കിലും പാസ്റ്റേഴ്സ് പറയണമെങ്കിൽ ഉടനെ ശാസിച്ചോണം, അല്ലേ? ഹല്ലേലൂയ. മനസ്സിലാക്കണേ. കുഴി കിടക്കുമ്പോഴും ശരിയല്ലേ, കൈത്താങ്ങേണ്ടവരും കൂടെ നിൽക്കേണ്ടവർ തന്നെ നിന്നെ കുഴിക്കകത്ത് തള്ളിയിട്ടപ്പോഴും എന്താ ജീവിക്കാൻ ജോസഫിന് കഴിഞ്ഞെന്നറിയോ? ഒരു ദർശനം അകത്ത് കിടപ്പുണ്ട്. ആ ദർശനത്തിന്റെ മേലൊരു ആശ തന്റെ ഉള്ളിൽ വളർന്നു. സൂര്യനും നക്ഷത്രങ്ങളും തന്റെ സഹോദരങ്ങളും തന്നെ വണങ്ങുന്ന ഒരു ദിവസം. ഒന്ന് ആശിച്ചേ. ഇനി എന്താശിക്കാന്നല്ലേ? മക്കൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആശിക്ക്. ഇവിടെ വന്നിരുന്ന് കൂടെ ആരാധിക്കുന്നേ. ആശിക്ക് ആന്റി, ആശിക്ക്. എന്തെങ്കിലൊക്കെ ആശിക്ക്. യേശുവിൻ നാമത്തിൽ. ആശ നഷ്ടപ്പെട്ടതല്ല ക്രിസ്തീയ ജീവിതം. ആശ അറ്റുപോയതല്ല ക്രിസ്തീയ ജീവിതം. നിനക്ക് അറ്റുപോയ ആശയ്ക്ക് മടക്കി തരുന്നതാണ് ക്രിസ്തീയ ജീവിതം. മനസ്സിലായോ? ശരിയല്ലേ? ആശ അറ്റുപോയിട്ട് എനിക്കായി കരുതുന്നവൻ പാടിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് രാത്രി ക്രിസ്തീയ ജീവിതം ആശ അറ്റുപോയ ജീവിതമല്ല, ആശയുള്ള ജീവിതമാണ്. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആശിക്ക്. എന്റെ കർത്താവ് അത് നിനക്ക് തരാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാൻ ഒന്നുകൂടെ ദൂതം തൊടട്ടെ. കുഴി കിടക്കുമ്പോഴും ജോസഫ് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യം എന്തെന്നറിയോ? അകത്ത് ആശയുള്ളതുകൊണ്ടാണ്. എന്താണ് ഈ ആശയ്ക്ക് കാരണം? അകത്തൊരു ദർശനം കിടപ്പുണ്ട്. എന്താണ് ദർശനം? സൂര്യനും നക്ഷത്രങ്ങളും, അല്ലേ? തൻ്റെ സഹോദരങ്ങളും എല്ലാവരും തന്നെ വണങ്ങുന്ന ഒരു ദർശനം. ഓ
ആ ദർശനം തൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ആ ദർശനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശ തൻ്റെ അകത്ത് കിടപ്പുണ്ട്. ജോസഫിനറിയാം, ഏത് കുഴിയിൽ വീണാലും, ഏത് കാരാഗ്രഹത്തിനകത്ത് പോയാലും, ഏത് അപമാനത്തിൽ പെട്ടാലും എന്നെ തകർക്കാൻ കഴിയില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. അടുത്ത ഇതളിലേക്ക് ഞാൻ വരാം. അടുത്ത ഇതള്, വിശ്വാസത്തിൻ്റെ അടുത്ത ഇതള് കാണാത്ത ഉണ്ടോ? എത്ര പ്രാർത്ഥിച്ചിട്ട് ഇന്ന് കാണാത്തത് വല്ലതും ഉണ്ടോ? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അതിൻ്റെ മേൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു നിശ്ചയം ഇന്ന് രാത്രി കർത്താവ് തരാൻ പോവാ. നീ അത് കാണുമെന്ന നിശ്ചയം, ഞാനത് കാണുമെന്ന നിശ്ചയം. ഞാൻ ഇന്ന് കാണാത്ത ചിലത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ മേൽ ചില വാറ്റത്തങ്ങൾ കിടപ്പുണ്ട്. അതൊന്നും ഇന്ന് ഞാൻ കാണുന്നില്ല, പക്ഷെ ഞാനത് കാണുമെന്ന ഒരു നിശ്ചയം എന്റെ അകത്തുണ്ട്. അല്ലേ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഒന്ന്, ഞാൻ നിങ്ങൾക്ക് ആശ തരും, ആശയിന്മേലൊരു ഉറപ്പ് തരും. രണ്ട്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഈ നാളുകളിൽ ദൈവം തരും. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരുന്നു. ഒറ്റ വാക്കിൽ പറയാം, വിശ്വാസത്തിന്റെ വരം, വിശ്വാസത്തിന്റെ വെളിപ്പാട്, വിശ്വാസത്തിന്റെ വെളിപ്പാട്. ഇന്ന് ജീവിതത്തിൻ്റെ മേഖലകളിൽ പല കാര്യത്തിലും ഇന്ന് ഉറപ്പില്ല, ഒരു ഉറപ്പുമില്ല, അല്ലേ? ഉറപ്പില്ലാത്ത വിഷയത്തിലൊക്കെ ഈ രാത്രി കർത്താവ് ഉറപ്പ് തരുന്നു. ഇനി അറിയില്ല, കർത്താവ് എന്നോട് പറയുക, ഒരു ഭയങ്കര ഉറപ്പിലേക്ക്, ഒരു ഭയങ്കര ഉറപ്പിലേക്ക് എൻ്റെ ദൈവസഭയെ ദൈവം നയിക്കാൻ പോവാ. ഇന്ന് കാണാത്ത പല കാര്യങ്ങളുടെ നിശ്ചയത്തിലേക്ക് എൻ്റെ ദൈവം ഇന്ന് രാത്രി പ്രവേശിപ്പിക്കാൻ പോവാ. ഈ രാത്രി പ്രാപിച്ചോട്ടെ, ഈ രാത്രി അത് പ്രാപിച്ചോട്ടെ. ആ വിശ്വാസം ഇന്ന് രാത്രി ഏറ്റെടുക്ക. യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം മാറട്ടെ, അന്തരീക്ഷം മാറട്ടെ. വിശ്വാസത്തിന്റെ ഒരു ഫെയ്ത്ത്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് ദൈവസഭ കയറട്ടെ. ഒരു ഫെയ്ത്ത്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് ദൈവസഭ ഇന്ന് രാത്രി കയറട്ടെ. സ്തോത്രം, സ്തോത്രം. വേദപുസ്തകത്തിലോ നമ്മുടെ ജീവിതത്തിലോ ആർക്കേലും ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ അവർ കണ്ടോ? ആ വാഗ്ദത്തം അവർ കണ്ടോ? ആരും കണ്ടിട്ടില്ല. ഒന്നും കാണാത്തപ്പോഴാ ദൈവം വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലേ? എന്ന് വെച്ചാ നമ്മുടെ ഇന്നത്തെ സാഹചര്യം നോക്കിയല്ല നാളെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നേ. ഇന്ന് ഒരു നേരത്തെ ആഹാരം നല്ലവണ്ണം ഇല്ലാതെ കിടക്കുന്നിടത്താ കർത്താവ് പറയുന്നേ, നീ 10,000 ഭക്ഷണം കൊടുക്കുന്നവനാകുമെന്ന്. ഞാനിതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണേലും പിടിച്ചോണം കേട്ടോ, പിടിച്ചോണം.
ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷയിൽ. വെറുതെ കഥ പോലെ പറയുന്നത് പോലെ അവിടുത്തെ ദൂതായിരുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാനത് പറഞ്ഞു വിടുക. ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കാമയെ വിത്ത് വിതയ്ക്കുന്നത് പോലെ ഈ രാത്രി ഞാൻ വിതച്ചിടുകയാണ്. ഇന്ന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും നീ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പക്ഷെ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കത്തക്കവണ്ണം നിന്റെ കളപ്പുഴകളെ അവൻ നിറയ്ക്കുന്ന ഒരു സീസൺ. സ്വോത്രം പറഞ്ഞേ, സ്വോത്രം പറഞ്ഞേ. ജീസസ് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഇവിടെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു സാധനമുണ്ട്. എന്താണ്? പേസ്റ്റ്. ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ക്ലോസപ്പ്. അപ്പോൾ ഇവിടെ തന്നെ കൂട്ടുന്നില്ല. കോൾഗേറ്റ് ഉപയോഗിക്കുന്ന പേരുണ്ട്. സ്തോത്രം, സ്തോത്രം. എന്തുമാത്രം ലക്ഷം കോടി രൂപയാ ദൈവസഭയ്ക്ക് ദശാംശം കൊടുക്കുന്നതെന്നറിയോ ഈ കോൾഗേറ്റുകാരെ? ഇവിടെയോ ഞാൻ കേട്ടൊരു അനുഭവമാണ്. വിശ്വാസിയാ, കോൾഗേറ്റിൻ്റെ ഓണർ വിശ്വാസിയാ. സ്തോത്രം, സ്തോത്രം. ഒരു പൊടിയിൽ തുടങ്ങിയതാ. ഓർമ്മയുണ്ടോ? പൽപ്പൊടി, പണ്ടത്തൊരു ചെറിയൊരു ബോട്ടിൽ, അതിൽ തുടങ്ങിയ കോൾഗേറ്റാ ഇന്ന് ലീഡ് ചെയ്യുന്നേ. മനസ്സിലായോ? ഇന്ന് രാത്രി ഇന്നത്തെ അവസ്ഥയല്ല ദൈവം നോക്കിയിട്ട് നിന്നോട് വാഗ്ദത്തം പറയുന്നേ. ഈ വടക്കോട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്തോത്രം കുമ്പനാട് ആ ഭാഗങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഒത്തിരി അച്ചായന്മാരെ വീടുകളുണ്ട്. അവിടെയൊക്കെ കൊച്ചുമക്കളുകളെല്ലാം അമേരിക്കയിലും UK അങ്ങും ഇങ്ങൊക്കെയാണ്. ആമേ. എന്താ കാര്യമെന്നറിയോ? ഒരു കാലത്ത് ആമേ അവരുടെ കഷ്ടതയിൽ കടന്നവരാ. അന്നവർ ദൈവസനെ വിശ്വസ്തരായിരുന്നു. ഇന്ന് ദൈവം അവരെ അനുഗ്രഹിച്ചു. നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല ദൈവം നിന്നോട് ദൂത് പറയുന്നേ. നമ്മൾ പലപ്പോഴും ഇന്നത്തെ അവസ്ഥ കണ്ട നമ്മൾ പിറുപിറുക്കുന്നേ, നമ്മൾ പരിഭവം പറയുന്നേ. ശരിയല്ലേ? ശരിയല്ലേ? പാലും തേനും ഒഴുകുന്ന കനാം ദേശം കൊടുക്കാമെന്ന് പറഞ്ഞ ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നേ. ഒരു ദിവസം വെള്ളം കിട്ടാതെ വന്നപ്പം, ഒരു ദിവസം അപ്പം മുടങ്ങിയപ്പം, ഒരു ദിവസം ഇറച്ചി കിട്ടാതെ വന്നപ്പം പിറുപിറുക്കാൻ തുടങ്ങി. മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. തന്നെ ഇതുവരെ നടത്തിയ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിതൂണായി കൂടെയിരിക്കുന്ന ദൈവത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവമക്കളെ, ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല ദൈവം നമ്മളോട് വാഗ്ദത്തങ്ങളൊക്കെ പറയുന്നേ. ദൂത് ഇന്നത്തെ സ്ഥിതി മാറാൻ പോവാ. ഇപ്പോഴത്തെ സ്ഥിതി മാറാൻ പോവാ. വിശ്വസിക്കാവോ? ഇപ്പോഴത്തെ സ്ഥിതി മാറാൻ പോവാ. ഇപ്പോഴത്തെ സ്ഥിതി മാറാൻ പോവാ. ആമേ. വിശ്വസിക്കാമോ? ഞാൻ ഉറപ്പായിട്ട് പറയാം, എനിക്ക് സാക്ഷ്യം പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. ആമേ. നമ്മളിവിടെ ആരാധന തുടങ്ങിയപ്പോഴുള്ള സ്ഥിതിയല്ല ഇന്ന്. ആമേ. ദൈവം സ്ഥിതി മാറ്റുന്നവനാ. ദൈവസ്ഥിതി മാറ്റുന്നവനാ. ഇന്നത്തെ സ്ഥിതി മാറാൻ പോവാ. നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി മാറാൻ പോവാ.
പിടിച്ചോ? ആശിക്കുന്നതിൻ്റെ കാണാത്ത കാര്യങ്ങളുടെ. ഇന്ന് രാത്രി ഞാൻ ആ ദൂതിലേക്ക് വരാം. സ്തോത്രം. ആമേൻ. കഴിയുമെങ്കിൽ ഞാൻ അടുത്ത വ്യാഴാഴ്ച നമ്മൾ ഈ വിഷയത്തിലേക്ക് വരും. ഇച്ചിരി കൂടെ അതിൻ്റെ ഉള്ളിലങ്ങളിൽ സംസാരിക്കാനുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് മാത്രം 2 കാര്യം പറഞ്ഞിട്ട് 11 അധ്യായത്തിൽ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം. ഏതിനാൽ? വിശ്വാസത്താൽ. ആമേൻ. പൂർവന്മാർ വിശ്വസിച്ചത് കൊണ്ട്, പൂർവന്മാർ വിശ്വാസികളായിരുന്നത് കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യം. 11 അധ്യായം നമ്മൾ വായിച്ചു വരുമ്പം തുടക്കം ഹാബേലിൽ തുടങ്ങി. 4-ാം വാക്യം ഹാബേലിൽ തുടങ്ങി ഏറ്റവും താഴേക്ക് വരുമ്പോൾ, സ്തോത്രം, ബുദ്ധിമുട്ടും ഉപദ്രവവും കല്ലേറും ഈർച്ചവാളും, അല്ലേ, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ അവിടെ. എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ആരംഭ ആരാധനയായ ഹാബേലിൻ്റെ ആരാധന തുടങ്ങി, അല്ലെങ്കിൽ ഹാബേലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി ഇന്നും വരെയുള്ള ഓരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വചനം പറയുന്നു, സകലതും വിശ്വാസത്താലാണ് സകല പേരും സകലതും നേടിയത്. ആമേൻ. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ആകണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വിശ്വസിക്കുക. വിശ്വസിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? വിശ്വസിക്കുക. എന്തെങ്കിലും പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വിശ്വസിക്കുക. ആമേൻ. എന്തെങ്കിലും നന്മ വരണമെന്ന് ആഗ്രഹമുണ്ടോ? വിശ്വസിക്കുക. ഇന്ന് നിനക്കെതിരെ നിൽക്കുന്ന പോരിൻ്റെ മണ്ഡലങ്ങൾ ദൈവം അതിനെതിരെ പോരാടണമെന്ന് ആഗ്രഹമുണ്ടോ? ആമേൻ. വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വിടുതൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വിശ്വസിക്കുക. ആമേൻ. ഇന്ന് ഉപസിക്കുന്ന വിഷയങ്ങളിൽ വിടുതൽ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? വിശ്വസിക്കുക. ആരാധനയിൽ വിശ്വസിക്കുക. പ്രാർത്ഥനയിൽ വിശ്വസിക്കുക. പറയുന്ന ഓരോ സ്തോത്രവും വിശ്വാസത്തോടെ പറ. സകലത്തിലും ദൈവം പ്രതിഫലം തരാൻ പോവുകയാണ്. സകലത്തിലും ദൈവം പ്രതിഫലം തരാൻ പോവുകയാണ്. ഈ രാത്രി ആരുടെ കർത്താവ് പറയുന്നു, സകലത്തിലും ദൈവം പ്രതിഫലം തരാൻ പോകുന്നു. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദിവസം അടച്ച്. ജീസസ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ലൈഫിലെ വിശ്വാസത്തിൻ്റെ അടുത്തൊരു ചുവടിലേക്ക് ഇന്ന് രാത്രി കയറാൻ എല്ലാ കണ്ണുകളും അടച്ചാട്ട്. എല്ലാവരും ഈ രാത്രി പ്രാർത്ഥിച്ചേ. കർത്താവ് ഇന്ന് രാത്രി വിശ്വാസത്തിൻ്റെ മറ്റൊരു തലം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്ലേ, ആ വിഷയങ്ങളുടെ മേലെല്ലാം വിശ്വാസം ചലിക്കട്ടെ. കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയം. ഓ ഹല്ലേലൂയ. ഒരു നിശ്ചയം ആശിക്കുന്നതിൻ്റെ ഒരു ഉറപ്പ്. ഇന്ന് രാത്രി ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, വിശ്വാസം.
ചലിക്കാൻ തുടങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ വിശ്വാസം ചലിക്കാൻ തുടങ്ങട്ടെ. ഉപവസിക്കുന്ന വിഷയങ്ങളിൽ വിശ്വാസം ചലിക്കാൻ തുടങ്ങട്ടെ. ഇന്ന് ദൈവസേന കരയുന്ന വിഷയങ്ങളിൽ വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ. വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ. വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ. എല്ലാ അവിശ്വാസത്തിന്റെ കണികകൾ കുടുംബങ്ങളിൽ നിന്ന് പുറത്തു പോകട്ടെ. എല്ലാ അവിശ്വാസത്തിന്റെ കണികകൾ വ്യക്തികളിൽ നിന്ന് പുറത്തു പോകട്ടെ. എല്ലാ അവിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി ദൈവസഭയിൽ നിന്ന് പുറത്തു പോകട്ടെ. വിശ്വാസം ചലിക്കട്ടെ. വിശ്വാസം ചലിക്കട്ടെ. ഇന്ന് ഈശാന മൂലന അടിക്കുന്നതെങ്കിലും വിശ്വാസം പറ. എത്ര വലിയ കാറ്റടിച്ചാലും ഇതിനപ്പുറത്ത് എനിക്കൊന്നുണ്ട്. ഇതിനപ്പുറത്ത് എനിക്കൊന്നുണ്ട്. എത്ര വലിയ പ്രതികൂലങ്ങളാണെന്ന് ജീവിതത്തിനെതിരെ വരുന്നുവെങ്കിലും വിളിച്ചു പറ, ഇതിനപ്പുറത്ത് എനിക്കൊന്നുണ്ട്. ഞാനിവിടെ തീരുകയല്ല, ഞാനിവിടെ അവസാനിക്കുകയല്ല. ഇതെന്റെ അവസാനമല്ല. ഇത് മാറാൻ പോകുകയാണ്. വിശ്വാസം പറയാൻ തുടങ്ങിക്കേ. വിശ്വാസം പറയാൻ തുടങ്ങിക്കേ. ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിശ്വാസം പറയാൻ തുടങ്ങിക്കേ. എൻ്റെ ഈ അവസ്ഥ മാറാൻ പോകുകയാണ്. എൻ്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. അപ്പാ, ഈ രാത്രി ഞങ്ങൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹാബേലിനോട്, ആദാമിനോട്, ഹവ്വയോട്, ആമേൻ ഹല്ലേലൂയ, ഹന്നയോട്, അബ്രഹാമിനോടൊക്കെ അങ്ങനെ വേദപുസ്തകത്തിൽ ഞങ്ങൾ ഒത്തിരി ഭക്തന്മാരെക്കുറിച്ച്, ദാവീദിനെക്കുറിച്ച്, യെശയ്യാവിനെക്കുറിച്ച്, ഇങ്ങനെ ഒത്തിരി അഭിഷിക്തന്മാരെക്കുറിച്ച് ഞങ്ങൾ വായിക്കുന്നു. അവരെല്ലാം ജീവിതത്തിൽ അവർ വിശ്വാസത്താൽ പലതിനെയും ജയിച്ചു. വിശ്വാസത്താൽ പലതിനെ കീഴ്പ്പെടുത്തി. വിശ്വാസത്താൽ പലതും നേടി. വിശ്വാസത്താൽ പലതും അവർ പ്രാപിച്ചു. അതുപോലെ 11-ാം അധ്യായത്തിൽ പറയുന്ന, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസ വീരന്മാരെ പോലെ ഇവർ ആയിത്തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങളാലും ഈ രാത്രി കർത്താവ് നിറച്ചാട്ടെ. ദൈവിക സമർത്ഥി തന്നെ മക്കളുടെ മേൽ ദൈവാത്മാവ് ഈ രാത്രി പകരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് ഈ രാത്രി ഞാൻ ബ്ലസ് ചെയ്യുന്ന കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.